യാ മോനെ, നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് തന്നെ പോകണം. എന്താ രസം, എന്താ വൈബ്. വീടിൻ്റെ അടുത്തുള്ള വയലല്ല ഇങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നത്. വയൽ പറഞ്ഞാൽ നമ്മൾ കണ്ടെന്നാ പറയല്, വെറുതെ ഒരു വയൽ എന്ന് പറഞ്ഞിട്ടാ. അപ്പം അങ്ങനെ കണ്ടത്തിലേക്ക് കൂടി നമ്മൾ തോണിയെല്ലാം എടുത്ത് ഇങ്ങനെ കളിക്കുന്നില്ല. എന്താ രസം എന്ന് പറയാം, വേറെ ഒരു ലെവലാട്ടാ. അപ്പം അങ്ങനെ ഞാൻ തോണി കൊണ്ടല്ല ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കിങ്ങണിക്കുട്ടിയും ജിത്തൂട്ടനും ദേവുമോളൊക്കെ വന്ന് മാമാ എന്നൊരു വിളി. അങ്ങനെ അവരെയും കൂട്ടി ഒരു കറക്കം. അവരൊരു സന്തോഷം, എൻ്റെ ഒരു സന്തോഷം. ഇതെല്ലാം ഏടെ കിട്ടൽ. ഇങ്ങനത്തെ എല്ലാം നാട്ടിൽ ജനിച്ച് വളരണം. ഇതെല്ലാം അനുഭവിച്ച് തന്നെ അറിയണം. വേറെ ലെവൽ. നോക്കിയാ എന്താ സന്തോഷം അവരെ. ചിരി കണ്ടാൽ മതിയല്ല, ഇതിനപ്പുറം വേറെന്ത് വേണ്ടത്. ആ ചെറിയൊരു മഴപ്പാറ്റലായിട്ട് എന്നെ കുളിരി കുത്തിക്കൊണ്ട് വേറെ ലെവൽ. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഉണ്ണിക്കുട്ടൻ ഓടി വന്നു. ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, കേട്ടാ നമുക്കെന്നാൽ അപ്പുറം വില്ല കണ്ടത്തിലേക്ക് പോയാലോ, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ നേരെ വിടാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിന് നേരെ ബാക്ക് സൈഡിൽ വില്ല കണ്ടാന്ന് കേട്ടോ. അവിടെ കുറച്ച് ആഴവും കൂടുതലാണ്. അങ്ങനെ നേരെ വിട്ട് ആ കണ്ടത്തിലേക്ക്. പിന്നെ കളി അവിടെയായിരുന്നു. അതും വേറൊരു രസമാട്ടാ. നോക്കിയാൽ കാണുമ്പോൾ ശരിക്കൊരു പുഴയുടെ ഒരു ഫീൽ തന്നെയല്ലേ. നോക്കിയാൽ കാണുമ്പോൾ എന്ത് രസം. നോക്കിയാൽ പുഴ പോലെ തന്നെയല്ലേ കണ്ടാന്ന് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോണി കൊടുത്തിട്ട് നമ്മളെ സുരേഷ് ചേട്ടനും കിരണും വരുന്നു. ഇവരെ വീർത്ത് കാണുമ്പോഴേ എനിക്ക് മനസ്സിലായിന് മീൻ പിടിക്കാനുള്ള വരുത്താന്ന്. എന്താ വെച്ചാൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ മീൻ എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ സുരേഷ് ചേട്ടാ മീൻ പിടിക്കാണ്ട് വലയെല്ലാം റെഡിയാക്കി വെച്ചിട്ടാ. വീശു വലയാണ് കേട്ടോ. പിന്നെ വീശാൻ വേണ്ടിയിട്ട് തയ്യാറായി നിന്ന് ചെറുതായിട്ട് പാത്തിക്കൊന്ന് തോണിക്കൊന്ന് കുടുക്കിയിട്ടുണ്ട്. അതെല്ലാം ഇളകി ഇങ്ങനെ വീശി. എന്താ വീശൽ, നല്ല റൗണ്ടായിട്ട് അതങ്ങ് വന്നിട്ട് സെറ്റ്. ഇങ്ങനെ 2-3 പ്രാവശ്യം വീശിയിട്ടാ. എല്ലാം അടിപൊളി വീശലായിരുന്നു. അപ്പം മീൻ കിട്ടുമോയെന്നില്ല അറിയില്ല. അതറിയാൻ വേണ്ടി ഞാൻ മെല്ലെ നമ്മളെ തോണി അവരെ തോണിയിലെടുത്ത് അടുപ്പിച്ച് വെച്ചു കിട്ടാം. കുഴപ്പമില്ല, മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഉണ്ടായിരുന്ന ഓട്ടവും ചിരിയെല്ലാം കണ്ടിട്ട് ആ മീൻ എനിക്ക് തന്നിട്ടാ. അവർക്കറിയാതെ എനിക്ക് വേണമെന്നില്ലേ. അങ്ങനെ ചോദിക്കാൻ നിന്നില്ല. ചോദിക്കുന്നതിന് മുമ്പേ മീനെല്ലാം എനിക്ക് തന്ന് മീനും എടുത്തിട്ട് ഞാൻ നേരെ വിട്ട് വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എൻ്റെ ഒരു സന്തോഷത്തിന്.